സ്നേഹം ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ രാജേഷ് സാർ, നമ്മുടെ വിശിഷ്ടാതിഥി സുഭാഷ് ചന്ദ്രൻ സാർ, മധു പുണ്യം വനിതാ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളെയും, അതുപോലെ തന്നെ ഞങ്ങളുടെ AEO അനുപമ മാഡം, ജ്യോതിലാൽ സാർ, മറ്റു വേദിയിലും സദസ്സുമായിട്ടിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, രാവിലെ ഇന്ന് ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. 5 മണിക്ക് എഴുന്നേറ്റപ്പം എൻ്റെ മൈൻഡ് പ്രസൻ്റാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. ഓക്കെ, കുഴപ്പമില്ല, എല്ലാം നല്ലതായി ഭവിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി 6 മണിക്ക് ഞാൻ കൈനഗിരിയിലേക്ക് പോയി. കൈനഗിരിയിൽ എൻ്റെ സ്വദേശമാണ്. സ്വദേശത്ത് ഒരു പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ചെന്നു. അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു. പ്ലസൻ്റായിട്ട് തന്നെ ഞാൻ തിരിച്ച് ഇവിടെ എത്തി. ഒരു അരമണിക്കൂർ മുമ്പ് വരെ. പക്ഷെ ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂർ മുൻപ് ഒരു ചെറിയ ചാഞ്ചാട്ടം എൻ്റെ മനസ്സിൽ, ഒരു ദുഃഖഭാരം അല്ലെങ്കിൽ കുറ്റബോധം എൻ്റെ മനസ്സിലേക്ക് വന്നു. ആ കുറ്റബോധം ഈ സമയങ്ങളിൽ എന്നെ അലട്ടുകൂടെ ചെയ്യുകയായിരുന്നു. എന്താണ് എന്നെ അലട്ടിയത്? അത് തന്നെയാണ് ഞാനിവിടെ ആദ്യമായിട്ട് പറയുവാൻ ഉദ്ദേശിക്കുക. നമുക്ക് ഏകദേശം 128 വർഷം പഴക്കമുള്ള ഒരു സ്കൂളിൻ്റെ അകത്താണ് വന്നിരിക്കുക. സെൻറ് ജോസഫ് ഹൈസ്കൂൾ കുളിമൂന്ന്. ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ അപ്പം പഠിച്ച സ്കൂളാണ്. ഇവിടെ ഈ പരിസര പ്രദേശത്തുള്ള ഏകദേശം എല്ലാ വ്യക്തികളും പഠിച്ചിട്ടുള്ള ഒരു സ്കൂളാണ് ഇത്. ഈ സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്ററായിട്ടാണ് ഇപ്പോൾ എനിക്ക് സേവനം ചെയ്യുവാനായിട്ട് ഭാഗ്യം ലഭിച്ചിരിക്കുക. ഇത് ഈ ഒരു ചടങ്ങിനെ കുറിച്ച് ബഹുമാനപ്പെട്ട രാജേഷ് സാറും മറ്റ് അനുപമ മാഡവും ഒക്കെ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു, എത്ര പേരുണ്ട്? 200 പേര്. 200 പേർക്കുള്ള സീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തോ എന്ന് ഇന്നലെ ഞാൻ ഇവിടുത്തെ ജോലിക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരും എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മളുള്ളൊരു ക്ലാസ് റൂമാണ്. ഇത് 4 ക്ലാസ് റൂം എടുത്തതാണ്. ഇനി അങ്ങോട്ട് എത്ര ക്ലാസ് റൂം വേണമെങ്കിലും ഇത് കണക്ക് അത് നമ്മുടെ ആ ഷീറ്റുകൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ സ്ക്രീനുകൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ദുഃഖത്തിന്റെ കാരണമെന്ന് പറഞ്ഞാൽ, അരമണിക്കൂർ മുമ്പ് രാജേഷ് സാറിനോട് പറഞ്ഞു, അച്ഛാ കുറെ പേര് ഇവിടെ വരുന്നു. ഞാൻ രാവിലെ ഒന്ന് നോക്കിയതാണ്. രാവിലെ നോക്കിയപ്പോൾ 200 സീറ്റിംഗ് ഇവിടെ ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. 200 പേർക്ക് ഇരിക്കാനായിട്ടൊക്കെ പറ്റും. 200 കസേരകൾ ഒക്കെ ഉണ്ട്. പക്ഷെ ഈ രാജേഷ് സാർ എല്ലാ ഓഡിയൻസ് ഇവിടെ നിറഞ്ഞുമാണ് ഇരിക്കുന്നത്. രാജേഷ് സാർ പറഞ്ഞു 200 പേര് കൂടുതൽ വരുന്നു, 200 പേര് കൂടുതൽ വരുന്നു എന്ന് പറയുമ്പോൾ വിഷമമായി. ഇവിടെ ഞാൻ കുറ്റം ചെയ്തോ? ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. കാരണം 200 എന്നോടൊന്ന് പറഞ്ഞ് 200 പേര് ഇവിടെ ഉണ്ട്. പക്ഷേ എന്റെ മനസ്സിന് ദുഃഖഭാരമുള്ളതാക്കി, അല്ലെങ്കിൽ കുറ്റബോധം ഉളവാക്കിയത് എന്താണ്? അത് ഇതാണ്, മറ്റൊന്നുമല്ല. എനിക്ക് ചെയ്യാമായിരുന്ന ഒരു നന്മ മുൻകൂട്ടി കണ്ട് ഞാൻ ചെയ്തില്ല. അതാണ് എൻ്റെ തെറ്റ്. എനിക്ക് എല്ലാം ചെയ്യാമായിരുന്നു. എനിക്ക് രാവിലെ ഇത് മുൻകൂട്ടി കാണാമായിരുന്നു. ഇവിടെ കൂടുതൽ ആൾക്കാർ വന്നാൽ എന്ത് ചെയ്യും? എനിക്ക് ചിന്തിക്കാൻ മേലായിരുന്നോ? അതുപോലെ തന്നെ ഇത് അറേഞ്ച് ചെയ്ത ആ ചേട്ടന്മാർക്ക് ചിന്തിക്കാൻ മേലായിരുന്നോ? ഇതിന് കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ചിന്തിക്കാമായിരുന്നു. അവർക്കും ഈ കുറ്റബോധമുണ്ട്. അവർ നിയമപരമായിട്ട് നോക്കുവാനുള്ള തെറ്റുകാരല്ല. പക്ഷേ അവിടെ ഒരു കുറ്റബോധം അവർക്കും ഉണ്ടാവും. ഓരോ മനുഷ്യനും ഈ ഒരു കുറ്റബോധം തീർച്ചയായിട്ടും ഉണ്ടാവണം. പുണ്യ സംഘടന അമേരിക്കയിലുള്ള വനിതാ കൂട്ടായ്മ, അവർക്ക് ഇവിടെ വന്ന് എല്ലാവരും സഹായിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ അവരുടെ മനസ്സ് ഇങ്ങനെ തകട്ടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എനിക്ക് സാധിക്കുന്നത് എന്റെ കയ്യിൽ എനിക്ക് സാധിക്കാവുന്ന രീതി, എനിക്ക് സമയമുണ്ട്, എനിക്ക് ഇച്ചിരി സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. അത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കണം. അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമം വരിക. അവർക്ക് ചെയ്യാനുള്ള കർത്തവ്യമൊന്നുമില്ല. പക്ഷെ ആ വിഷമത്തിൽ നിന്ന് അവർ മാക്സിമം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അത് ഞാൻ ആദ്യമേ അവർ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട്
ഇവരോട് ഞാൻ ഈ കുറ്റത്തിന് എന്ന് വെച്ചാൽ എനിക്ക് മുൻകൂട്ടി കാണുവാനായിട്ട് സാധിക്കാഞ്ഞതിലുള്ള കുറ്റം മൊത്തം ഏറ്റെടുക്കുകയും കൂടി ചെയ്യുക, ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് BRC രാജേഷ് സാറിനോടും അതുപോലെ തന്നെ അനുപമ മാഡത്തിനോടും ഒക്കെ. കാരണം ഇതിന്റെ ഉത്തരവാദിത്തം ഞാൻ തന്നെ ഏറ്റെടുക്കണം. ഞാനിപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കി, കസേരകളുണ്ട്, അകത്തിരിപ്പുണ്ട്, ശ്രമിച്ചു നോക്കി അത് ഇച്ചിരിയുടെ ഒരു നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നു, പക്ഷേ സാധിക്കത്തില്ല. കാരണം ഇവർ ഈ 4 ക്ലാസ്സിലെ ബെഞ്ചെല്ലാം കൂടെ ഡംപ് ചെയ്തിരിക്കുന്നത് ഈ 5ാമത്തെ ക്ലാസ്സിലാണ്. അത് 6ാമത്തെ ക്ലാസ്സിലായിരുന്നെങ്കിൽ ആ ക്ലാസ്സിൽ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. ഇനി അത് അവിടെ എല്ലാവരും കൂടെ കൊണ്ടുപോകാനായിട്ട് ഒക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ചെയ്യാവുന്ന നന്മ ചെയ്യേണ്ട സമയത്ത് ചെയ്യുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. പുണ്യം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ കടമയില്ലായിരിക്കാം, ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഉൽപ്പത്തി പുസ്തകത്തില് നിങ്ങൾക്കറിയാലോ, ആബേലും കായലും, ആദത്തിന്റെ 2 മക്കളാണ് അല്ലെ, ആബേലും കായലും. കായൽ എന്ത് ചെയ്തു? ആബേലിനെ കൊന്നിട്ട് അങ്ങോട്ട് പോയപ്പോ ഈശ്വരൻ അവിടെ എനിക്ക് 3-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് ചോദിച്ചു, എടാ നീ എവിടെയാ കയനെ, നീ എവിടെയാന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെയാ? 2 എവിടെയാണെന്നുള്ള ചോദ്യം ചോദിക്കുക. നിന്റെ സഹോദരൻ ആബേൽ എവിടെയാ? ഈ 2 ചോദ്യമാണ് ഞാൻ നിങ്ങൾ ചോദിക്കേണ്ടത്. നീ എവിടെയാ? നമ്മളെവിടെയാ? നമ്മുടെ ഈ ഭൂമിയില, നമ്മുടെ ഈ സ്കൂളില, നമ്മുടെ വീട്ടില, നമ്മളൊരു കല്യാണം വീട്ടില്ല, നമ്മളൊരു മരണം വീട്ടില്ല. ആയിരിക്കുന്ന സ്ഥലത്ത് ആയിരിക്കുന്നത് പോലെ പെരുമാറാനായിട്ട് മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഞാനിവിടെ ഒരു അധികാരിയോ അല്ലെങ്കിൽ ഇവിടെ ടീച്ചറായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും അതാണല്ലോ സേവനം ചെയ്യുക എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവാണേലും ശരി, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ അധികാരിയാണെങ്കിലും ടീച്ചറാണേലും മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളതാണ് അവരുടെ കർത്തവ്യം. അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയും. അപ്പൊ ഞാൻ അതാണ്, എവിടെയായിരിക്കുന്നോ അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? പുണ്യം ചിന്തിക്കുന്ന ഒരു വിഷയമായിരിക്കും. അതുപോലെ തന്നെ വിശ്വദീപം ചിന്തിക്കുന്ന ഇതായിരിക്കും, വിശ്വദീപം കൂട്ടായ്മ, വിശ്വദീപം ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്ന BRC നേതാക്കൾ രാജേഷ് സാറും കൂട്ടരും, പക്ഷെ ബാക്കി എല്ലാവരും ചിന്തിക്കുന്നത് ഈ രീതിയിലാണ്. ഇവിടെ 2ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരൻ എവിടെയാ? സഹോദരന്മാരെ കുറിച്ച് കൂടി ചിന്തിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് കടമയുണ്ട്. രാജേഷ് സാറ് പറഞ്ഞ നമ്മുടെ സുഭാഷ് സാറ് പറഞ്ഞതിലേക്ക് ഞാൻ വരികയാണ്. മനുഷ്യനെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരനാണ്. നമ്മുടെ ഈശ്വരന്റെ ഹിന്ദു ഫിലോസഫി അനുസരിച്ച് അഹം ബ്രഹ്മാസ്മി, അയം ബ്രഹ്മൻ, ഞാൻ ബ്രഹ്മൻ തന്നെ. തത്വമസി, യു ആർ ബ്രഹ്മൻ, നിങ്ങളും എല്ലാം ദൈവം തന്നെ, ഈശ്വരൻ തന്നെയാണ്. പരമാത്മ, ആ പരമാത്മായിൽ അത് ഷെയർ അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം ഷെയർ ചെയ്യുന്ന ജീവാത്മാക്കളാണ് നമ്മളെല്ലാവരും എന്തുവാ മാറ്റർ അല്ലെങ്കിൽ ഒരു വെറും പദാർത്ഥങ്ങളാണ് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ. വെറും പദാർത്ഥങ്ങൾ അല്ലെ. പദാർത്ഥങ്ങളുടെ പ്രത്യേകത എന്താ? പദാർത്ഥങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നതാണ്, എപ്പോഴും ഡിവിഷൻ ഉള്ളതാണ്. ആറ്റങ്ങൾ കൊണ്ട് മോളിക്യൂൾസ് കൊണ്ടും ഒക്കെ നിർമ്മിക്കപ്പെട്ടതാണ് പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇത് ആറ്റം തന്നെയാണെങ്കിലും ഞാൻ രാവിലെ പറഞ്ഞ കുർബാനയ്ക്ക് പറഞ്ഞ എനിക്ക് ഒരു ചേച്ചിയൊക്കെ അവിടെ ഉണ്ട് ചിരിക്കുന്നുണ്ട്. ആറ്റം അതിന് ഡിവിഷൻ ഉണ്ട്, അതിനകത്ത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഒക്കെ ഉണ്ട്. ഈ പദാർത്ഥങ്ങൾ ഡിവിഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂടുള്ളതാണ് ഇതിനൊക്കെ, ചൂട്. അപ്പൊ ഈ ചൂടുള്ളത് കൊണ്ട് തന്നെ, ഇത് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെങ്ങനെ വിളിച്ചു എന്താ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, അല്ലെങ്കിൽ എന്താണ് പണക്കാരൻ, പാവപ്പെട്ടവൻ, ആണ്, പെണ്ണ്, അല്ലെങ്കിൽ അങ്ങനെ പല വിധത്തിലുള്ള നമ്മളെങ്ങനെ ഡിവൈഡ് ചെയ്യും. അത് നമ്മുടെ ഉള്ളി പദാർത്ഥത്തിൽ നിന്ന് വരുന്നതാണ്, പദാർത്ഥത്തിൽ നിന്ന്. പക്ഷെ ഈശ്വരൻ ഇങ്ങനെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ ചൂടിനെ, ഡിവിഷനെ തകർക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആത്മാവിനെ ഇട്ടിട്ടുണ്ട്. അതാണ് ജീവാത്മാ എന്ന് പറയുന്നത്. ഈശ്വരന്റെ തന്നെ ഭാഗമാണ്. അത് നമ്മളെ തണുപ്പിക്കാൻ, ഈ ചൂടിനെ തണുപ്പിക്കാനായിട്ട് വേണ്ടിയാണ്. ഈ പദാർത്ഥങ്ങൾ ഭൂമി നമുക്ക് എടുക്കാം. ഭൂമിയുടെ ഉള്ളിൽ ലാവ ഉണ്ടെന്നാ പറഞ്ഞത്. ഇളകി മറിയുന്ന ലാവകൾ, ഇളകി മറിഞ്ഞ് ഭയങ്കര ചൂടാന്നാ പറയുന്നത്. നമ്മുടെ ശരീരവും ഭയങ്കരമായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അസുഖം ഉണ്ടാകുന്നു, പനി, അതുപോലെയുള്ള മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിന് ഏറ്റവും നല്ലത് രോഗാവസ്ഥയിൽ
നിന്ന് അകന്നിരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ തണുപ്പിക്കുക എന്നുള്ളതാണ് ആൾക്കാർ പറയാറുള്ളത്. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ഒക്കെ നമ്മുടെ ബോഡിയെ തണുപ്പിക്കുക എന്നുള്ളതാണ്. ശാരീരികമായി എങ്ങനെ നമുക്ക് തണുപ്പിക്കാം? ശാരീരികമായി തണുപ്പിക്കാനായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണേൽ കുളിച്ച് തണുത്ത വെള്ളത്തിൽ രാവിലെ ഒക്കെ കുളിച്ചാൽ, പച്ചക്കറികൾ കഴിച്ചാൽ, പച്ചവെള്ളം കുടിച്ചാൽ, അല്ലെങ്കിൽ മറ്റ് പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ തണുപ്പിക്കാനായിട്ട് ഒക്കുമെന്നാണ് പറയുക. രാവിലെ പോയിട്ടും ഒക്കെ കുളിച്ച് നമുക്ക് ചിന്തിക്കാൻ ഒക്കുമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാനസികമായിട്ട് തണുപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ യാത്രകൾ ചെയ്ത് അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ഒക്കെ മാനസികമായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് തണുപ്പിക്കാനായിട്ട് സാധിക്കും. ആത്മീയമായിട്ട് തണുപ്പിക്കാനായിട്ട് എന്ത് സാധിക്കണം? സുഭാഷ് സാറ് പറഞ്ഞതുപോലെ ഈ മെഡിറ്റേഷൻ, ധ്യാനം, അതിലൂടെയൊക്കെ നമ്മൾ കണ്ണടച്ച് എഴുതി നമ്മളെ തണുപ്പിക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പദാർത്ഥങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നതുകൊണ്ട് തന്നെ ഞാൻ ഡിവിഷൻ രാജ്യങ്ങൾ തമ്മിൽ, മതങ്ങൾക്ക് തമ്മിൽ, അല്ലെങ്കിൽ എന്തോ പല വിധത്തിൽ ഒക്കെ ഇങ്ങനെ ഡിവിഷൻ, മനുഷ്യനെ കാണാനായിട്ട് ഒക്കാത്ത ഒരവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ബോഡിയെ ഈ ആത്മാവ് കൊണ്ട് തണുപ്പിക്കണം. ഈശ്വരൻ എൻ്റെ ഉള്ളിലുള്ള ഈ ആത്മാവിനെ അകക്കണ്ണുകൾ കൊണ്ട് എനിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. അകക്കണ്ണുകൾ കൊണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ പുറം കണ്ണിനെ അടച്ചു തന്നെ വെക്കണം. പുറം കണ്ണുകൊണ്ട് ഇങ്ങനെ തുറന്നിരുന്നാൽ നമ്മൾ പിന്നെയും കാണുന്നത് ഈ ശത്രുത, അല്ലെങ്കിൽ ബഹളം ഒക്കെയാണ്, യുദ്ധം, മരണം, കൊല ഒക്കെയാണ്. നമ്മുടെ കണ്ണുകളെ വലിയ ഋഷിവര്യന്മാർ ചെയ്തതുപോലെ, ബുദ്ധനൊക്കെ ചെയ്തതുപോലെ നമ്മുടെ കണ്ണുകൾ അടച്ചിട്ട് ഈ അകക്കണ്ണുകൾ കൊണ്ട് നമ്മുടെ അകത്തുള്ള പരമാത്മാവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ജീവാത്മാ, ദ ലൈറ്റ്, അതിനെ നമ്മൾ കണ്ടെത്തണം. അതിനെ ഈ ജീവാത്മാവിനെ പതുക്കെ ഓവർ പവർ ചെയ്ത് എൻ്റെ ഈ പദാർത്ഥം, ഈ ശരീരമാകുന്ന പദാർത്ഥത്തെ മുഴുവൻ വെളിച്ചം നൽകുമ്പോൾ നമുക്ക് മോക്ഷം ലഭിക്കും, അല്ലെങ്കിൽ നിർവ്വാണ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിന് ഏറ്റവും വലിയ അനുഗ്രഹമുള്ള വ്യക്തികളാണ് കണ്ണടച്ചിരിക്കുന്നവർ എന്ന് ഞാൻ പറയും. കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ മുന്നിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് വിചാരിക്കുകയാണ്. എത്രയോ ഭാഗ്യവാന്മാർ. കാരണം ലോകത്തിൻ്റെ ഈ ഈശ്വരന്റെ വെളിച്ചം കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈശ്വരനാകുവാനായിട്ട്, ഈ ചൂടിനെ, പദാർത്ഥത്തിന്റെ ചൂടിനെ നിർവീര്യമാക്കുവാനായിട്ടുള്ള തണുപ്പ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളെ കാണുമ്പോൾ ആശ്വാസമുണ്ട്, നിങ്ങൾക്കൊരു കുളിർമയുണ്ട്. അതാണ് ഈ ഒരു മീറ്റിങ്ങിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. അതിന് അവസരം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും BRCയിലെ നമ്മുടെ കണ്ടൂർ BRCയിലെ അംഗങ്ങളാണ്. പുണ്യം കൂട്ടായ്മയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഇവരുടെ കൂടെ എപ്പോഴുമുള്ള വിജ്ഞാനദീപം കൂട്ടായ്മയാണ്. നിങ്ങളുടെ എയ്യോ മാഡത്തിന്റെ നേതൃത്വത്തിലുള്ള മറ്റ് വിദ്യാഭ്യാസ അധികാരികൾ, എന്നുവെച്ചാൽ DO ആ നിലയിലുള്ള അധികാരികളാണ്. ഇവരോട് എല്ലാവരും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും സെന്റ് ജോസഫ് ഹൈസ്കൂളിലേക്ക് ഇവിടെ വരികയും ഇതിന്റെ ഭാഗമായി നിങ്ങളുടെ ആ ഒരു അനുഗ്രഹം, നിങ്ങളുടെ ഈ പാദസ്പർശനം വഴി ഈ സ്കൂളിനെ അനുഗ്രഹപ്രദമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ പുണ്യകൂട്ടായ്മയിലെ എല്ലാവർക്കും, വിജ്ഞാനദീപത്തിലെ ആൾക്കാർ, മറ്റ് സഹപ്രവർത്തകർക്കും, BRCയിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. താങ്ക് യു. നമ്മുടെ മഷിവട്ട പ്രോഗ്രാമിൻ്റെ മുഖ്യ സാരഥികളിലൊന്നായ പുണ്യം ഗ്രൂപ്പ് അതിൻ്റെ പ്രതിനിധിയായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി രാജി മേനോൻ നിങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു.